ആകാശം വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി അട്ടപ്പാടിയിൽ വെച്ച് 2 ദിവസത്തെ ക്യാമ്പുകൾ നടത്തിയിരുന്നു, ആകാശ നിരീക്ഷണം. അപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനൊരു ക്യാമ്പ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് മലപ്പുറത്തുള്ള അരിമ്പ്ര ഹിൽസ്, അവിടെ വെച്ചാണ് ആ പരിപാടി നടക്കുന്നത്. അത് ജനുവരി 10, 11 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആണ്. ഈ ക്യാമ്പ് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. മറ്റൊന്നുമല്ല, ഈ ജ്യോതിശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് വേണമെങ്കിൽ നമുക്കൊരു ഹോബിയായിട്ട് സ്വീകരിക്കാം. പക്ഷേ അതിനേക്കാളപ്പുറം മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കിയെടുക്കാൻ, അവൻ്റെ വളർച്ചയും വികാസവും മനസ്സിലാക്കിയെടുക്കാൻ ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ ആസ്ട്രോണമി. അപ്പോൾ ആസ്ട്രോണമി എന്താണ് എന്ന് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും ഈ ക്യാമ്പ്. ആ ക്യാമ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്നിപ്പോൾ നമ്മൾ ഈ ടെലസ്കോപ്പ് കണ്ടു. നിങ്ങളിപ്പോൾ ഈ ടെലസ്കോപ്പ് ഇതൊരു ന്യൂട്ടോണിയൻ ടെലസ്കോപ്പാണ്. ഇതിനെ ഡോപ്സോണിയൻ ടെലസ്കോപ്പ് എന്നും നമ്മൾ പറയാറുണ്ട്. അതിതിൻ്റെ ഈ സ്റ്റാൻഡ്, നമ്മുടെ ഈ റോക്കർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു 360 ഡിഗ്രിയിൽ കറക്കാവുന്ന, ഓപ്പറേറ്റ് ചെയ്യാവുന്ന വിധത്തിലായതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയണത്. അത് ജോൺ ഡോപ്സൺ എന്ന് പറയുന്ന ഒരാൾ ഡിസൈൻ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നു. ഈ ടെലസ്കോപ്പ് കൂടാതെ ഇതിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങളുള്ളതും, അതുപോലെ ഗോ ടു മോഡലുകൾ, അതുപോലെ കാസഗ്രെയിൻ, അത്തരം ടെലസ്കോപ്പുകളെല്ലാം തന്നെ അവിടെ നമ്മൾ ആ ക്യാമ്പിൽ ഉപയോഗിക്കും. ഒരു ടെലസ്കോപ്പ് നമുക്ക് കിട്ടിയാൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഈ ഫൈൻഡറിലൂടെ ഇപ്പോൾ വ്യാഴത്തിനെ നോക്കിയിട്ട് അതിനെങ്ങനെയാണ് ഫൈൻഡ് ചെയ്തെടുത്ത് നമുക്ക് ഈ ഐ പീസിലേക്ക് ആ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് നമുക്കൊരാളെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റുക, ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമ്മൾ ആ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ക്യാമ്പിൽ. അത് എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾ, വളരെ ഈ വിഷയത്തിൽ പരിചയസമ്പന്നരായ അഡ്വക്കേറ്റ് സജീവ് പ്രഭാകർ, സജീവ് കുമാർ, ഹരികുമാർ സാറ്, PC തങ്കച്ചൻ മാഷ്, അതുപോലെ ശ്രീനിവാസൻ മാഷ്, എടപ്പാള സുകുമാരൻ മാഷ്, ഇവരെല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അതുപോലെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആകാശത്ത് കാണുന്നൊരു ഒബ്ജക്റ്റിനെ വെറുതെ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്, ഓരോ സ്ഥലങ്ങളിലെ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള അടിസ്ഥാന ധാരണകളൊക്കെ കൊടുക്കുന്ന ഒരു ക്യാമ്പായിരിക്കും അത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ തന്നെ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ അരിമ്പ്ര ഹിൽസിൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. മിനി ഊട്ടി എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അരിമ്പ്ര ഹിൽസിലുള്ള എന്താണ് മാഷ അതിൻ്റെ മിസ്റ്റി ഗ്രീൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ആ സ്ഥലം കാണാൻ വേണ്ടി പോയിരുന്നു. അതൊരു 360 ഡിഗ്രി കാഴ്ച കിട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുടുംബസമേതം വരാവുന്നൊരു ക്യാമ്പായിരിക്കും അത് ശരിക്കും നിങ്ങളത് ആഘോഷിക്കണം. ആ ക്യാമ്പ് രാത്രി ഉറക്കമിളച്ചിരിക്കുക നമ്മൾ പറയില്ല, ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറയുന്നത് പോലെയാണ്. ഇതിന് മുൻപത്തെ 2 ക്യാമ്പുകളിലും എനിക്കുണ്ടായൊരു അനുഭവം അതാണ്. അട്ടപ്പാടിയിലായിരുന്നു ആ ക്യാമ്പുകൾ രണ്ടും. നമ്മൾ തീരെ ഉറങ്ങിയേയില്ല. കാരണം രാവിലെ പരിപാടികൾ, രാത്രി ഇതുപോലുള്ള 4-5 ടെലസ്കോപ്പുകൾ വെച്ച് ആകാശം കാണാനുള്ള തിക്കും തിരക്കുമായിരുന്നു. എല്ലാവരും ആകാശത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും, അന്ന് നിലവിലുള്ള ഗ്രഹങ്ങൾ ഇപ്പം നമുക്ക് കാണാം. അന്ന് മിൽക്കി വേ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആകാശത്ത് ശനിയുണ്ട്, സാറ്റേൺ, അതുപോലെ ജൂപ്പിറ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കോൺസ്റ്റലേഷനുകൾ, 88 നക്ഷത്രക്കൂട്ടങ്ങളാണ് നിലവിൽ ആകാശത്ത് നമുക്ക് കാണാൻ പറ്റുക. അത് പക്ഷേ എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല, എല്ലാവരും നമുക്ക് കാണാൻ പറ്റില്ല. അതിലൊരു 6500-7000 നക്ഷത്രങ്ങളൊക്കെയാണ് ഒരു സീസണിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷേ എങ്ങനെയാണ് ഈ നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുക, ഗ്രഹങ്ങൾ എങ്ങനെ തിരിച്ചറിയും നമ്മൾ? അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു രസകരമായ പരിപാടിയായിരിക്കും. അപ്പോൾ അതിനൊരു ആവേശമായിട്ട്, ഒരു സ്പിരിറ്റായിട്ട് അതിനകത്ത് ഇതിനൊക്കെ ഒരു ആവേശവും സ്പിരിറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ, യുവാക്കളായിട്ടുള്ള ആൾക്കാർ, അച്ഛനമ്മമാർ അവരുടെ മക്കളെയൊക്കെ കൂട്ടി വരണം. അങ്ങനെ നിങ്ങളതിനൊരു ഗെറ്റ് ടുഗദറായി കണ്ടാൽ പോലും തെറ്റില്ല. അത്രയ്ക്ക് രസകരമായൊരു അന്തരീക്ഷമാണ് അവിടെ. ഇതിനങ്ങനെ കണ്ടുകൊണ്ട് കുട്ടികളെയൊക്കെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാനും, അത് വെറുതെ ഹോബി എന്നുള്ള എനിക്ക് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസിലേക്ക് കുട്ടികളെയൊക്കെ നയിക്കുന്ന വിധത്തിലാണ് ഈ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല ജീവിതം, ഭൂമിക്ക് പുറത്തും ഈ പ്രപഞ്ചത്തിൻ്റെ
വിശാലമായ ഒരു ലോകമുണ്ടെന്ന് നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അതിന് പറ്റിയൊരു അവസരമാണ് ജനുവരി 10, 11 തീയതികളിലായിട്ട് മലപ്പുറം അരിമ്പ്ര ഹിൽസിൽ നടക്കുന്ന ഈ ജ്യോതിശാസ്ത്ര വാനനിരീക്ഷണ ക്യാമ്പ്. അപ്പോൾ ഈ ക്യാമ്പിലേക്ക് നിങ്ങളെല്ലാവരും വരണം. നമുക്ക് അതൊരു അടിപൊളി സംഭവമാക്കി മാറ്റണം. 100 സീറ്റുകളാണ് പരമാവധി ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കണം. എല്ലാവരെയും ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യാം.